ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന മൈൻക്രാഫ്റ്റാണ് ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന മൈൻക്രാഫ്റ്റാണ്. വെൽക്കം ടു മൈ ചാനൽ കിറ്റി ക്രാഫ്റ്റ് ആണ്. അപ്പം ഇതിന് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നതാണ് ഗായ്സ്. കാരണം ഞാൻ കുറച്ച് ലോങ് ആയിപ്പോയി വീഡിയോ, അപ്പോൾ കുറച്ച് കട്ട് ചെയ്ത് കളയണ്ടാവുന്നു. അപ്പോൾ മറ്റേ വോയിസ് ചെയ്യാതെ ഞാൻ ആ വോയിസ് മാറ്റി വോയിസ് ഓവറാണ് ചെയ്യുന്നത്. കാരണം ഈ വേൾഡ് എനിക്ക് ഡിലീറ്റും കൂടെ ചെയ്യേണ്ടി വന്നു. അതൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരു പുതിയ വേൾഡ് ഇനി സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പുതിയ വേൾഡ് ഞാൻ ക്രിയേറ്റ് ചെയ്യണം. സെക്കൻഡ് പാർട്ട് വേണമെന്ന്. ആ വേൾഡ് ഞാൻ ഡിലീറ്റ് ചെയ്യില്ല, ഈ വേൾഡ് ഡിലീറ്റ് ചെയ്യാൻ കാരണം പെട്ടെന്ന് കുറേ സോംബീസും എല്ലാം പോയി. അത് ഞാൻ സ്പോണായത് ഡെസേർട്ട് ഞാൻ പറയുന്നില്ല, സ്പോണായ ഒരു സ്ഥലത്താണ് പ്രത്യേകം. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു അത് ഡിലീറ്റ് ചെയ്തൊരു പുതിയ വേൾഡ് ഇനി അടുത്ത വീഡിയോയ്ക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന്. സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ പറയണം ഗൈസ്. അപ്പോൾ ഞാൻ വേൾഡിന് നെയിം കൊടുത്തിട്ടുള്ള കിറ്റി ഗെയിം എന്നാണ്. അപ്പോൾ നമ്മൾ സർവൈവൽ നോർമലാണ്, ഡിഫിക്കൽറ്റി റൂമിലും കൊടുത്ത് ക്രിയേറ്റ് ചെയ്തു. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയണം. ഞാൻ വലിയ എക്സ്പേർട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു പ്രാവശ്യം കൊണ്ട് കളിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു ഓർമ്മയ്ക്കാണ് ഞാൻ കളിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ പറയണം ഗൈസ്. ഞാൻ കുറച്ച് നേരം കളിക്കുന്നുള്ളൂ, ഞാൻ കട്ട് ചെയ്തുകൊണ്ട് ഓൾറെഡി ഈ ഇൻട്രൊഡക്ഷൻ ഇവിടെ വരെ ആയപ്പോഴത്തേക്കും കുറേ ലോങ് ആവും. അപ്പോൾ കുറച്ച് നേരം ഞാൻ കളിക്കുന്നുള്ളൂ. ഇതാണ് നമ്മുടെ നീഡ് ഡയമണ്ട്. അപ്പോൾ എല്ലാം അതിൻ്റെ അകത്ത് ചെറുതായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ ലോഡാകുന്ന സമയത്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് മൈൻക്രാഫ്റ്റ്. അപ്പോൾ നമ്മൾ ഞാൻ വീഡിയോയിൽ ആനിമൽസ് ഓക്കെ ഗൈസ് ഉണ്ടാക്കിയോ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലോഡാകാൻ കട്ടിരിക്കുകയാണ് ഗൈസ്. സെക്കൻഡ് ടൈം ട്രെയിൻ മൈൻക്രാഫ്റ്റ്. അപ്പോൾ ഞാൻ സ്പോണായിരിക്കുന്നത് കണ്ടോ, ഏത് സ്ഥലത്താണ് ഡെസേർട്ട് ബയം. ഒരു നല്ല സ്ഥലത്ത് സ്പോണാണെന്ന് ആഗ്രഹിച്ചിരുന്നില്ല, പെട്ടെന്ന് സ്പോണായത് ഡെസേർട്ട് ബയമാണ്. പിന്നെ ഞാൻ വേഗം ഇവിടുന്ന് പോകാൻ തുടങ്ങി ഗൈസ്. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത്ര സേഫല്ല. രാത്രി ആകുമ്പോൾ വേഗം ഒരു കുറച്ച് മരം കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഒരു നല്ല ബയവും കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. ഇവിടെ നിൽക്കാൻ പറ്റൂല ഗൈസ്. കാരണം ബെഡ് കിട്ടുകയാണെങ്കിൽ മറ്റേ ബയം വേണം, അല്ലെങ്കിൽ വില്ലേജ് വേണം. അപ്പോൾ ഡെസേർട്ട് വില്ലേജ് എങ്കിലും അറ്റ്ലീസ്റ്റ് കിട്ടാൻ, അല്ലെങ്കിൽ ഒരു നല്ല ബയവുമെങ്കിലും അറ്റ്ലീസ്റ്റ് കിട്ടാമെങ്കിൽ ഞാനിങ്ങനെ നോക്കി നടക്കും. ഈ പുല്ല് കണ്ടുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വല്ലതും നല്ല ബയവും ഉണ്ടാവും ഇങ്ങോട്ട് വന്നാണ് ഗൈസ്. അപ്പം ഞാൻ ഇങ്ങനെ ബയവും നോക്കി നടക്കുവാണ് ഗൈസ്. അത് നല്ല ഭയമായിരിക്കുന്നേക്കാം, പക്ഷേ എനിക്ക് തോന്നിയത് സാൻഡാണ് തോന്നിയോണ്ടായിരുന്നു ഞാൻ വന്നത്. സാൻഡാണെന്നാണ് എനിക്കിപ്പോഴും ഉറപ്പ്. സാൻഡ് ഭയം ആണെന്നാണ് ഞാൻ തിരിച്ചു വന്നു. ചിലപ്പോൾ അങ്ങോട്ട് പോയായിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു, ചിലപ്പോൾ പറയാൻ പറ്റുമല്ലോ, ചിലപ്പോൾ ഒന്നും കിട്ടില്ലായിരുന്നു. അപ്പോൾ ഗൈസ് ഞാനിങ്ങനെ നോക്കി നടക്കുവാണ് ഗൈസ്. അതെനിക്ക് ടവർ റൂമില്ല തോന്നി, പക്ഷെ അത് ടവറൊന്നും അല്ല ഗൈസ്, അതൊരു മലയാണ്. മലേൻ്റെ മുകളിൽ എനിക്ക് തോന്നിയത് പുല്ലാണെന്ന്, അല്ല ഡേർട്ടാണെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ എന്നിട്ട് വേഗം ഓടി. നിങ്ങൾ ആ കുഴി ഉണ്ടായിരുന്നു, ജസ്റ്റ് മിസ്സിനാണ് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടെ. വേഗം ഓടി അവിടെ എത്തിയപ്പോഴത്തേക്കും ആ ദാണ്ടെ കിടക്കുന്ന ഒരു ഓറഞ്ച് കളറൊക്കെയുള്ള ഡെസേർട്ടിൻ്റെ അടുത്തായിട്ട് ചില സമയത്ത് വരും. ചില സമയത്താണോന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അങ്ങനെ ഒരു ഭയമില്ല, ആ ഭയവുമായിരുന്നു. ഞാൻ എന്തായാലും ഇങ്ങോട്ട് വന്നാലേ
നമുക്ക് ഇത് നല്ല ഹൈറ്റുള്ള സ്ഥലമല്ല, അപ്പോൾ ഇവിടെ ഒരു നല്ല ബയോമോ വില്ലേജോ വല്ലതും ഉണ്ടോ എന്ന് നോക്കാൻ വന്നതാണ്. ആദ്യം ഞാൻ ആ വില്ലേജ് കണ്ടില്ലായിരുന്നു, ജസ്റ്റ് ഈ സൈഡിൽ കാണാമായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ ഞാൻ കണ്ടു ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ട് പോവാണ് ഗൈസ്. ഇപ്പോൾ ചെറിയ ലാഗുണ്ട് ഗൈസ്. ഓക്കെ, സെറ്റായി. അപ്പോൾ നമ്മൾ വന്നു, നമുക്ക് ബെഡ് കിട്ടി ഗൈസ്. എന്തായാലും ഈ വില്ലേജ് കിട്ടിയതുകൊണ്ട് ബെഡ് കിട്ടിയെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ഉറങ്ങാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് തുറന്നതിൽ ബെഡ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് വീട്ടിൽ അപ്പോൾ ബെഡ് എന്തായാലും എനിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ആ ഫസ്റ്റ് വീട്ടിൽ നിന്ന് തന്നെ ബെഡ് എടുത്തു. ഞാൻ ബെഡ് എടുത്തിട്ട് കയ്യിൽ വെച്ചു. എന്നിട്ട് ഞാൻ കുറച്ച് ഫുഡ് എനിക്ക് ആവശ്യമായിരുന്നു, ഫുഡ് നോക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ ഹേ കണ്ടു. ഇപ്പോൾ ബ്രെഡ് ആക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഹേ എടുത്തു. വുഡ് പോലും കയ്യിലില്ല ക്രാഫ്റ്റിംഗ് ടേബിൾ ആക്കാൻ. എന്നിട്ട് ഞാൻ ഹേ എടുത്തു. കാരണം ഇവിടെ വല്ലതും മറ്റേ ഇങ്ങനെ എന്താ സീഡ്സൊക്കെ നടുന്ന സ്ഥലത്ത് ചിലപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചാണ് ഹേ എടുത്തത്. എന്തായാലും ഹേ എടുത്തു, അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടെന്ന് വിചാരിച്ച് ഞാൻ എടുത്തു എന്തായാലും ഹേ. പിന്നെ ഈ വീഡിയോ കാണിക്കുന്നില്ലെങ്കിലും എനിക്ക് ഫുഡ് കിട്ടി ഗൈസ്. ഇത് ഞാൻ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ കണ്ടുപിടിച്ചായിരുന്നു. എന്നിട്ട് ഞാൻ ഫുഡൊക്കെ ആക്കി, ബ്രെഡൊക്കെ ആക്കി വേറെ സ്ഥലത്തോട്ട് പോയി. ഈ വില്ലേജ് ആകെ ഒറ്റ ചെസ്റ്റ് എനിക്ക് കിട്ടിയുള്ളായിരുന്നു, അത് ഇതിൻ്റെ അകത്തില്ല. ചെസ്റ്റ് കിട്ടി, പക്ഷെ അതിൻ്റെ അകത്തൊന്നും ഇല്ലായിരുന്നു. 3 ചെസ്റ്റ് കിട്ടിയതിൽ 2ലും ഒന്നും ഇല്ലായിരുന്നു. ഒരെണ്ണം ശരിക്കുള്ള ചെസ്റ്റ്, പിന്നെ മറ്റേത് ഈ വീഡിയോയിലുണ്ട് ആ സാധനം. അപ്പോൾ എന്തായാലും എനിക്ക് പ്രത്യേകിച്ചൊന്നും വലിയ ഇതൊന്നും കിട്ടിയില്ല, എന്നാലും കുറച്ച് സർവൈവ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കിട്ടി. പിന്നെ കുറച്ച് സ്ഥലത്തോട്ട് പോയപ്പോഴത്തേക്ക് എനിക്ക് കുറേ മരങ്ങളൊക്കെ കിട്ടിയായിരുന്നു. വുഡ് ഭയങ്കര ആവശ്യമായിരുന്നു, ഇവിടുന്ന് വുഡൊന്നും കിട്ടിയില്ലായിരുന്നു. എന്തായാലും കുറച്ച് വീട്ടിലൊക്കെ പോയി നോക്കി. ഇവിടെ ആദ്യത്തെ വീട് തന്നെ ഇങ്ങനെ ബെഡ് മാത്രം ആയതുകൊണ്ടാണോ എന്ന് തോന്നുന്നു, ഇവിടെ ഇങ്ങനെ ചെസ്റ്റൊന്നും ഇല്ലായിരുന്നു. ഈ വലിയ വീട് കണ്ടു, വലിയ വീട്ടിൽ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. അപ്പോൾ പുറത്ത് തന്നെ ഈ സാധനമാണ് ഗൈസ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇപ്പം ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബൈ.